ഹലോ ഹലോ ഫാസിലാണോ? ഞാനേ അമ്മാവനാടാ. അമ്മാവനാ? എന്താ അമ്മാവാ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ബന്ധു വീട് വരെ പോവുകയാണ്. എന്താണ്? അതെയോ? നിന്റെ ഒരു ഏട്ടല്ലേടാ സ്ഥലക്കച്ചവടക്കാരുടെ ഒരു ബ്രോക്കർ? നൗഫൽക്കാ. അവന്റെ ഫോൺ നമ്പർ ഉണ്ടാ? നമ്പർ ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ലേ, അതൊരു സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അത് ശരി. ഏത് സ്ഥലം? നമ്മുടെ മറ്റേ വായനശാലയുടെ അടുത്തേ ഒരു 12 സെന്റ് സ്ഥലമില്ലേ, ഒരു 3 കടമുറിയൊക്കെ ആയിട്ട്. അത് വിൽക്കാൻ പോണേണാ? അതിന്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു സ്ഥലമുണ്ട്, അത് കച്ചവടം ചെയ്യാനാ. അല്ലടാ, അത് വേറെ കച്ചവടത്തിനാണ്. അപ്പൊ കമ്മീഷൻ എന്തെങ്കിലും നമ്മുടെ ആൾക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. നമ്പർ ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുക്കാൻ നോക്കുവോ അമ്മാവന്? പറഞ്ഞോ. 98 455 66 155. 155 55. പിന്നെ പുള്ളി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലേ ആ ജംഗ്ഷനിലുള്ള ദിയ ബേക്കറിയില്ലേ, അവിടെ ഇരിപ്പുണ്ടാവും. അമ്മാവൻ ചെന്ന് കണ്ടാ മതി കേട്ടാ. ഞാൻ കണ്ടോളാം, ഞാൻ വിളിച്ചോളാം. ശരി. ഓക്കെ. കനക ഇവിടെ ഉണ്ടായിരുന്നാ? ഒന്ന് വന്നേ. അതെ, ഒരു ചെറിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഴകേശമാവനില്ലേ, 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്റെ ചേട്ടനുണ്ടല്ലേ നൗഫലിക്ക, പുള്ളി സ്ഥലക്കച്ചവടമൊക്കെ ആയിട്ട് നടക്കുകയല്ലേ. അപ്പോൾ പുള്ളിയുടെ നമ്പർ വേണമെന്നും പറഞ്ഞിട്ടാണ് അമ്മാവൻ വിളിച്ചത്. ഞാൻ നമ്പർ കൊടുക്കുകയും ചെയ്ത്. അല്ല, പുള്ളി മറ്റേ സ്ഥലക്കച്ചവടമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിനെന്താണ്? സ്ഥലം കച്ചവടം ചെയ്തോട്ടെ, എന്താ പ്രശ്നം? അല്ല കനക, നമ്മുടെ മറ്റേ വായനശാല മുക്കില്ലേ, അവിടെ ഉള്ള ഒരു 12 സെന്റ് സ്ഥലമില്ലേ അമ്മാവന്റെ, 2 കടമുറി ഉള്ളത്. ആ സ്ഥലത്തിന്റെ കാര്യമാണ് പറയണ. ആ സ്ഥലോ? അല്ല, അത് അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ. ആ സ്ഥലം വിൽക്കണ കാര്യമാണ് ഇവര് സംസാരിക്കണം. ആ സ്ഥലം കൊടുക്കാൻ പോണോ? ഇന്ന് നൗഫലിക്കായിട്ട് അമ്മാവൻ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കണ ഞാൻ കേട്ടതാണ്. എന്തോ അഡ്വാൻസ് വരെ എത്തിയിട്ടുണ്ട്. കമ്മീഷന്റെ കാര്യമൊക്കെ പറയണ്ടായി. ആണോ? നമ്മുടെ കോട്ടയത്തുള്ള ഒരു വക്കീലുണ്ടല്ലോ, മറ്റേ ജാനമ്മ ഡേവിഡ്, അവരായിട്ടാണ് സ്ഥലം എടുക്കണത്. അതെന്താ അമ്മാവൻ അങ്ങനെ പറയാണ്ട ചെയ്തത്? അതല്ലേ കനക, കേട്ടപ്പോ തന്നെ ഞാൻ ഇത്ര ഗൗരവമായിട്ട് വന്ന് പറഞ്ഞത്. നീ ഇന്ന് തന്നെ ഒന്ന് ഇടപെട്ട് സംസാരിക്കും, അല്ലെ കൈവിട്ട് പോകട്ടെ. അത് നീ വീട് വെക്കാനാന്നും പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കണോണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. എന്നോട് പുള്ളിയുടെ സുഹൃത്തിന് വേണ്ടിയിട്ടൊരു കാര്യത്തിനും ഞാൻ നമ്പർ മേടിച്ചത്. പക്ഷേ ഇയാളുടെ കച്ചവടമാണ് സംസാരിക്കണ കേട്ടത്. ഞാൻ ഔഫൽഖാനോട് നോട്ടറി ചോദിക്കുകയും ചെയ്തു. അഡ്വാൻസ് എന്തോ കൊടുത്തെന്ന് എനിക്ക് തോന്നണം. സംസാരം ഉണ്ടായി. നീ ഒന്ന് പെട്ടെന്ന് വിളിച്ച് ഇടപെട്ടില്ലെങ്കിൽ ഇത് കൈവിട്ടു പോവും. ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരെ ചെയ്താ. പിന്നെ എന്തെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തോറ്റ എന്തോ മേടിച്ചു തരും? ഡാഡി തോറ്റ എനിക്ക് എന്തോ ഞാൻ നിനക്ക് എപ്പോഴും ഐസ്ക്രീം മേടിച്ച് തരണുണ്ടല്ലോ. അതൊന്നും വേണ്ട. നീ ഇപ്പൊ എന്താണ് പുതിയ കടങ്കഥ വല്ലതും ഉണ്ടോ? ഞാൻ ഒരു കടങ്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. കടങ്കട പറഞ്ഞ നേരെ പറയടി. കടങ്കഥ എന്ന് പറയടി. കടം കഥ എന്തോന്ന്? കടം കടന്ന് ഇവിടെ ഒന്നാമതേ വീട്ടിൽ കടവാ. നീ ഇനി അത് പറയണ്ട. നിന്നെ കൊണ്ട് ഞാൻ ഇമ്പോസ്റ്റ് എഴുതിപ്പിച്ചോളാം. നീ പറഞ്ഞോ. നീ ചോദ്യം ചോദിക്കും. ശരി, കടങ്കട. അതിൻ്റെ അകത്ത് ഒരു താഴെയിരിക്കുന്ന ഫിഷ് പറഞ്ഞു ഐ ആം എ ഫിഷ്. മേലിരിക്കുന്ന മങ്കി എന്തെന്ന് പറയുന്നു? താഴെ ഇരിക്കുന്ന ഫിഷ് പറഞ്ഞു ഐ ആം എ ഫിഷ്. ഇനി ബാക്കി മേളിരിക്കുന്ന മങ്കി. ഡാഡി, ഞാനിപ്പോ അമ്മയെ വിളിക്കും. എന്തിനാ അമ്മയെ വിളിക്കുന്നത്? അമ്മയെ വിളിച്ചാൽ നിന്റെ അമ്മ മങ്കിയാവും. നീ തോറ്റില്ലേടി. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എനിക്ക്. ഇനി അടുത്ത ചോദിച്ചോ. അടുത്തതാണ് കളി. മഞ്ഞെന്ന് പറയേ ചെയ്യുന്നു. മഞ്ഞെന്നുള്ള അക്ഷരല്ല, അല്ല കളറേ പറയല്ല. ഞാൻ പറയൂല. ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഒരു വെള്ളക്കാർ, കറുത്ത കാർ. ഈ വെള്ളക്കാർ പാഞ്ഞി കറുത്ത കാർ തിരിച്ചു. അപ്പൊ ഈ വെള്ളക്കാർ ഏത് കളറാണെന്ന് വെച്ചാ? കറുത്ത കാറില്
എന്തോ കറുത്താണെന്ന് ഞാൻ പറയലെന്ന് പറഞ്ഞില്ലേ? എടി നീ കറുത്ത കാറെന്നല്ലല്ലോ മഞ്ഞ കാറെന്ന് പറയില്ലെന്നല്ലേ പറഞ്ഞത്? ആ അപ്പോൾ ഒന്നേ അപ്പൊ ഇനി ഐസ്ക്രീം വാങ്ങിച്ചാണോ? അതൊക്കെ ഉണ്ട്. തങ്കം, നമുക്കൊരു ബുദ്ധി പരീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാനിവളോട് ചോദിച്ചവള് തോറ്റിട്ടിരിക്കുക. പിന്നെ നീ ബുദ്ധി ഉപയോഗിച്ച് വേണം പറയാൻ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ഞാൻ ആദ്യമേ ഒരു ഇത് പറയാം. മഞ്ഞ എന്ന് നീ പറയേ ചെയ്യരുത് കേട്ടാ. മഞ്ഞന്ന് പറയരുത്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഒരു വെള്ളക്കാർ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വരുന്നു. നേരെ ഇപ്പർ സൈഡ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കറുത്ത കാറും വരുന്നു. ഈ വെള്ളക്കാറും ഈ കറുത്ത കാറും കൂടെ ആറ്റിങ്ങിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളക്കാറിൽ ഏത് കാറാണ് ഒന്ന് ഇടിച്ചത്? പറ. കറുത്ത കാറ്. എന്തോ അങ്ങനെ കുന്തം. പറ നീ പറ. എന്തോന്ന്? ക്ലീറ്റോ, നാണാവണില്ലേ നിങ്ങക്ക്? 11 വയസ്സുള്ള കൊച്ചിന്റെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കളിക്കാണ് വെള്ളക്കാറും കറുത്ത കാറും. ഞാൻ അതുകൊണ്ട് 2ാം ക്ലാസ്സിൽ വെച്ച് കേട്ടിട്ടുണ്ട് കഥ. എന്നിട്ട് പോവാൻ നോക്കും. എന്ത് ചെയ്യും? എന്താടാ എടി, അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞ 12 സെന്റ് സ്ഥലമില്ലേ വായനശാലയുടെ അടുത്തുള്ള 2 കടമുറി ഉള്ളത്, അതിപ്പോ അമ്മാവൻ വേറെ ആർക്കോ കൊടുക്കണെന്ന്. ആ നീ എങ്ങനെ അറിഞ്ഞു? വാസില് പറഞ്ഞു. വാസിൽ അമ്മാവൻ പറഞ്ഞിട്ടറിഞ്ഞല്ലേ? അമ്മാവന്റെ അല്ലേ സ്ഥലം? വെറുതെ പറഞ്ഞായിരിക്കും. പിന്നെ അമ്മാവൻ അങ്ങനെ കൊടുക്കണ എങ്ങനെയാ? അഡ്വാൻസ് കൊടുത്ത്. അതാര് പറഞ്ഞു? അത് എന്റെ ചേട്ടനല്ലേ, എന്റെ മീഡിയേറ്റർ നൗഫലിക്ക. അതെന്ത് മര്യാദകേട് അമ്മാവനാ കാണിച്ചത്? അങ്ങനെ ചെയ്യാൻ പാടുവോ? അതന്നെ ഞാനും പറയണത്. അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ. പിന്നെ നീ ഫോൺ ചെയ്തിട്ട് എന്ത് പരിപാടി കാണിക്കണെന്ന് വെച്ചാൽ അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ. ഫോൺ ചെയ്ത് പറഞ്ഞാലൊക്കെ ഇപ്പൊ അമ്മാവൻ സമ്മതിക്കുവോ? എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കൂലേ? ഒരു കാര്യം ചെയ്യടാ, അമ്മാവനും മരുമക്കളും തമ്മിലുള്ള ബന്ധം അങ്ങ് തീരും. മര്യാദക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞ പോലെ വേഗം ചെയ്യട്ടാ, അല്ലെങ്കിൽ നീ കുഴപ്പത്തിലാവും. നീ വെറുതെ ആ പൊട്ടി പറയണ കേട്ടൊന്നും അയാളെ വിളിക്കാൻ നിൽക്കണ്ടാട്ടാ. അല്ല, അങ്ങനെ വിളിച്ച് പറഞ്ഞാലൊന്നും അമ്മാവൻ കേൾക്കൂലെന്നേ. പെട്ടെന്ന് അരിശം കയറി അയാൾ രജിസ്റ്റർ ചെയ്ത് കളഞ്ഞാലാ? അല്ല, പുള്ളിക്ക് എന്തിനിപ്പോ ഇത്ര പേരത്തെ കാശിന്റെ ആവശ്യം? അല്ല, അമ്മാവനത് എനിക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അമ്മാവ് ഇത്ര പെട്ടെന്ന് വെക്കാൻ വേറെ ആരെങ്കിലും അമ്മാവന്റെ പിന്നിൽ കയറി തിരിക്കണ്ടോന്നാണ്. നീ വല്ല മര്യാദയായിട്ട് പറഞ്ഞ അയാളോട്? ഞാൻ എന്ത് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനതിൽ വീട് വെക്കാന്നൊക്കെ സ്വപ്നം കണ്ട് നടന്നായിരുന്നു. ഒരു പണിയായി, പുള്ളീനൊരു മയത്തിൽ നീ ഇവിടെ വിളിച്ചു വരുത്ത്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അമ്മാവന് എനിക്ക് തരാമെന്ന് പറഞ്ഞ സ്ഥലമല്ലേ, പിന്നെ പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ചെറിയ വല്ല പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറ. അതിന് മുതൽ കളയണ്ടല്ലോ. അതിനാ പിശാച് പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ്. കേൾക്കൂന്ന് അതിൻ്റെ ഒരു സെന്റിമെന്റ്സിൽ നീ ഒന്ന് പിടിച്ച് പറഞ്ഞാൽ മതി. അമ്മാവന് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ പെട്ടെന്ന് ഇപ്പം അങ്ങനെ പറഞ്ഞ എന്തിനാണ്? അന്ന് ആ വില ഞാൻ തരാമെന്ന് വെറുതെ അടിച്ചേക്കണം. തങ്കത്തിനോടെ കൂട്ടാതെ കൂട്ടിക്കോ. വാ, ചായ കുടിച്ചു പോ. സത്യമായിട്ട് അമ്മാവ് അഡ്വാൻസ് വാങ്ങിയോടി? ആന്ന് കനകൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. എന്നാലും കനകനോട് അമ്മാവ് ഈ ചതി ചെയ്തല്ലോ. എനിക്ക് സന്തോഷമായിടി. അളിയന് പണി കിട്ടി. എനിക്ക് സന്തോഷമായി. അവൻ അങ്ങനെ തന്നെ വേണോടി. അല്ലേ, അവൻ എന്തായിരുന്നു അവന്റെ അഹങ്കാരം? കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കുന്നടി, അത് പാടില്ല. എന്ത് കഴിഞ്ഞോന്ന്? അയ്യോ, എനിക്കൊന്ന് ഡാൻസ് കളിച്ച് ഞാൻ എങ്ങനെ ഈ സന്തോഷം ഒന്നും എനിക്ക് സന്തോഷിച്ചിടാത്ത എന്താണ്? അമ്മാവന്റെ ഈ വസ്തു അടിച്ചു മാറ്റാൻ വേണ്ടി അവൻ കാലിൽ മരുന്നിട്ട് കുറെ നടന്നതല്ലേ, അങ്ങനെ തന്നെ വേണം. ഈ സ്ഥലം വിറ്റുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? എനിക്ക് ലാഭമില്ലെങ്കിൽ എന്താടി? അവനത് കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? എന്ത് നഷ്ടം? അവനല്ലയോ? പക്ഷെ എനിക്ക് നല്ല നഷ്ടമുണ്ട്. നിനക്കെന്തൊരു നഷ്ടം? ക്ലീറ്റോ, ഈ 12 സെന്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മാവന്റെ കയ്യിൽ എന്താ ഉള്ളത്? അമ്മാവൻ ആ വസ്തു വിറ്റെന്റെ പൈസ ഉണ്ടാവുമല്ലോ. ക്ലീറ്റോ, സ്വത്ത് എന്താ ഉള്ളേന്ന്? സ്വത്ത് പിന്നെ നമുക്ക് തരാന്ന് പറഞ്ഞാൽ വീടും തറവാടും ആണല്ലോ. അത് പിന്നെ നമുക്ക് കിട്ടുവോ? പിന്നെ നമുക്ക് കിട്ടാതെ കിട്ടും, നോക്കിയിരുന്നോ. കനകനൊന്നും കൊടുത്തിട്ടില്ല, അപ്പൊ നമുക്ക് മാത്രമായിട്ട് 20 സെന്റ് വിധിച്ചു തരുമോ? എടി, കനകന് കൊടുക്കാന്ന് പറഞ്ഞാണല്ലോ അമ്മാവൻ വിറ്റത്. അത് വിറ്റ് പോയില്ലേ?
ക്ലീറ്റോ അവൻ എന്തായാലും ആ സ്ഥലം കിട്ടിയില്ലല്ലോ. അപ്പൊ അമ്മാവൻ ഈ 20 സെന്റ് രണ്ടായിട്ട് അങ്ങ് ഭാഗിക്കും. എന്നിട്ട് അവന് വീടും പുരയിടവും കിട്ടും, നമുക്ക് കുറച്ച് ചതുപ്പ് നിലവും കിട്ടും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ അമ്മാവന്റെ കൈ ഇരിക്കുള്ളൂ. കനകന്റെ അടുത്ത് തണ്ടിത്തരം കാണിച്ചോളൂ, എന്റെ അടുത്താന്ന് കാണിക്കാന്ന് വിചാരിക്കണം. നടക്കൂല, നടക്കും. ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കാതിട്ട് എന്താ കാര്യം? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ 12 സെന്റ് സ്ഥലം അവന് കിട്ടണം. ഇതിപ്പം അവന് കിട്ടാന്ന് പറഞ്ഞാൽ അമ്മാവൻ വേറെ കച്ചവടമാക്കി അഡ്വാൻസ് വാങ്ങിയല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ആ കച്ചവടം നടക്കരുത്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ കല്യാണം തലേന്ന് കല്യാണം മുടങ്ങണം, പിന്നെയാണ് ഒരു സ്ഥല കച്ചവടം മുടക്കാൻ പാട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഞാൻ മുടക്കും. ആ അല്ല, ഈ വസ്തു കച്ചവടം ഞാൻ മുടക്കും. അങ്ങനെ വല്ലതും ആലോചിക്കുക. ഷെടാ അമ്മാവാ, എന്നാലും ഈ വൃത്തിയോട് കനകൻ്റെ അടുത്ത് കാണിച്ചല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല, ഇത് എന്നോടും കാണിക്കും. മുടക്കിയേ പറ്റും. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് അമ്മാവ ഇതുവരെ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അമ്മാവാ, ഈ വിഷയം ഇപ്പോൾ അമ്മ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയത്. അമ്മാവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് തുറന്ന് പറയും ഞങ്ങൾ. ചേച്ചി അറിഞ്ഞാൽ എനിക്കെന്താ? എൻ്റെ മുതൽ ഞാൻ ആർഷ്ടം പോലെ ചെയ്യും. അതിനെനിക്ക് ആരും പേടിയൊന്നുമില്ല. അതെ, അമ്മാവൻ്റെ ഈ പൊട്ടംകളി അങ്ങ് നിർത്തിക്കോ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്, എന്തിനാ ഇപ്പം അത് വിൽക്കണേന്നുള്ള കാര്യം മര്യാദക്ക് ഇങ്ങ് പറഞ്ഞു. അമ്മാവാ, ഇപ്പൊ ആ സ്ഥലം വെക്കേണ്ട എന്താവശ്യമാണ്, എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അമ്മാവനുള്ളത്? ഞങ്ങളോട് പറയാമാവാ. കനക, നീ പിടയ്ക്കണ കരിമീൻ കണ്ടിട്ടുണ്ടോ? മണല് പറ്റിയിട്ടുള്ള പച്ച നെയ്മീൻ കണ്ടിട്ടുണ്ടോ ക്ലീറ്റസേ? നീ ഞാനതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നീ വെളുത്ത കശുവണ്ടി ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുള്ള പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടോ? ഇത് ഈ ആനാന്ന് പറയുമ്പോ ചേനാന്ന് പറയണ എന്തിനേ? അതൊക്കെ ഇപ്പൊ ആരാ കാണാത്തത്? ക്ലീറ്റോന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ വരുമ്പോ തിന്നിട്ട് ഇഷ്ടംപോലെ ഇവിടെ ബാക്കി കൊണ്ടുവരാറുണ്ട്. വലിയ വലിയ ആൾക്കാർ നേതാക്കന്മാരൊക്കെ തിന്നണ സാധനങ്ങളാണിത്. അതെ അമ്മാവാ, നമ്മളെ ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. അമ്മ വിഷയത്തിലോട്ട് വാ. വിഷയത്തിലേക്കാടാ വരുന്നത്. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ട പോലെ. പക്ഷെ ഇതൊന്നും വാങ്ങി തിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അമ്മാമ്മ ഇതൊന്നും വാങ്ങി തിന്നാത്തത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എടാ, 2 കടമുറിയിൽ നിന്ന് എനിക്കൊരു മാസം കിട്ടുന്നത് വെറും 3500 രൂപയാണ്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിനക്കറിയോ? എനിക്ക് എന്തൊക്കെ ചെലവുണ്ടെന്നറിയോ? മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല. ആ, എനിക്ക് കറണ്ട് ബില്ല് കൊടുക്കണം, വാട്ടർ ബില്ല് കൊടുക്കണം, പിന്നെ എൻ്റെ അസുഖത്തിൻ്റെ മരുന്ന്, എൻ്റെ ഭക്ഷണ ചെലവ്. എൻ്റെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടോ നീ? എടാ, അതിൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചാലും സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും അത് തീരും. പെട്രോൾ കുടിക്കുക ചെയ്യണത്. ആ വണ്ടി മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നല്ല ബട്ടൺ അമർത്തിയ സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ പോണ പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് ഈ അമ്മാവനെ കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. എങ്ങനെ നടക്കും? അല്ല അമ്മാവാ, ഈ ചെലവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത് ഇന്നലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായാലല്ലോ. കുറെ നാളായിട്ട് ഇങ്ങനെയാണല്ലോ. ഇനിയിപ്പോ ആ കടയിൽ നിന്ന് വാടക കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാലും ഇത്തരം ചെലവുകളൊക്കെ നടക്കണ്ടേ? എടാ, ഈ അമ്മാവൻ്റെ കണ്ട ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു കൈച്ചെയിൻ. ഈ സ്റ്റീലിൻ്റെ കൈച്ചെയിൻ ഇടുന്ന എനിക്കൊരു സ്വർണത്തിൻ്റെ കൈച്ചെയിൻ ഇടണമെന്നും ഒരു സ്വർണ്ണമാല ഇടണമെന്നും ആഗ്രഹമില്ലേ? ഈ ഷർട്ട് കണ്ടിട്ടുണ്ടോ നീ? ഇതിൻ്റെ വില എത്ര അറിയോ? 150 രൂപ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇടുന്ന ഷർട്ടിൻ്റെ വില അറിയോ നിനക്ക്? 800, 750 വില. ഇതുപോലത്തെ ഒരു 5-6 ഷർട്ട് എടുത്തിടണം, നല്ല കസവിൻ്റെ മുണ്ടെടുക്കണം. അതൊക്കെ എനിക്കിതുവരെ സഹിച്ചിട്ടില്ല. പിന്നെ അമ്മാമനൊരു ദുർശീലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. 1-2 വക്കൊക്കെ വൈകുന്നേരം അടിക്കണം. കാശില്ലാത്തതുകൊണ്ട് പലരുടെ അടുത്ത് തല ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ടാറ് പോലത്തെ സാധനമായി കൊണ്ടുവന്ന് തരും. അതൊക്കെ മാറ്റണടാ. എന്നിട്ടേ നല്ല വില കൂടിയ സ്കോച്ച് ഒരു 5-6 ഫുള്ള് മേടിച്ച് വീട്ടിലെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ആവശ്യം വരുമ്പോൾ എടുത്തെടുത്ത് ഞാൻ അടിക്കും, സുഖിച്ച് മരിക്കും. ആ, നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗ്ലാസ്സിൽ ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അല്ലേ അമ്മാവാ? അത് വേണം. പക്ഷെ അതിന് അമ്മാവാ കൂടെ ഒരാളും കൂടെ ഒക്കെ വേണ്ടേ? ഇനിയിപ്പോൾ കൂടെ ഒരാളും കല്യാണമൊന്നും വേണ്ടടാ. ഉള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിച്ച് മരിക്കുക, അത്രേ ആഗ്രഹമുള്ളൂ. അമ്മാവൻ, ഞാൻ കല്യാണമല്ല ഉദ്ദേശിച്ചത്. അമ്മാവനോടൊപ്പം അവിടെ വന്നിരുന്ന് കഴിക്കാൻ കൂടെ ഒരാൾ ചിയേഴ്സൊക്കെ പറഞ്ഞിരിക്കുക. ഞാനും പറയണത് ശരിയല്ല, അതൊന്നും വേണ്ട. അമ്മാവാ, അമ്മാവൻ ഇത്തരം മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ അടക്കി വെക്കുന്നത് എന്തിനാണ്? സ്വന്തം മക്കളോട് പറയാവുന്ന രീതിയിൽ ഞങ്ങളോട് പറഞ്ഞൂടെ? അമ്മാവൻ എന്ത് വേണം? ഷർട്ട് വേണോ, മുണ്ട് വേണോ, അതോ ഈ മറ്റേ കൈച്ചെയിന് വേണോ, ചെരുപ്പ് വേണോ, എന്താ അമ്മാവന് വേണ്ടത്? അതൊക്കെ ഞങ്ങൾ വാങ്ങിത്തരില്ലേ? അമ്മാവാ, ഇനിയിപ്പോ ഈ മരുമക്കളോട് പറയാൻ വിഷമം ഉണ്ടെങ്കിൽ ഈ ക്ലീറ്റോ മോനോട് പറഞ്ഞാൽ പോരെ, മേടിച്ചു തരില്ലേ? എവിടുന്ന്? അതെ, അവനെ പറയണ്ട, നീയായാലും ആരും മേടിച്ചു തരില്ല. നീ കഴിഞ്ഞ ഓണത്തിന് എന്നോട് എന്താ പറഞ്ഞ്?
അമ്മാവന് മുണ്ടും ഷർട്ടും വേണോന്നല്ലേ? അല്ലേ അമ്മാവനോട് മുണ്ടും ഷർട്ടും വേണമെന്ന് ഞാൻ ചോദിച്ചില്ലേ? എടാ, ഒരാളോട് വേണോന്നാണോ ചോദിക്കുക? എന്തൊരു സാധനം വേണോന്ന് ചോദിച്ചാലും ഈ അഴകേശമ്മാമൻ വേണ്ടാന്നേ പറയൂന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചോദിച്ചു? അയ്യോ, എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ അങ്ങനെ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. അയ്യോ, അവൻ ഞങ്ങളോടൊക്കെ ചോദിച്ചത് അമ്മാവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ നമുക്ക് ഇങ്ങനെ പറയരുതിട്ട് അമ്മാവ. എന്നോടും ചോദിച്ചു അളിയന് വേണോ വേണോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ എന്താ നിന്റെ അഭിനയം? എടാ, നിന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? നീ അവിൽദാരുടെ മകനല്ലേ? നീ ഇതിന്റെ അപ്പുറവും പറയും. എന്താ ഞങ്ങളുടെ അച്ഛനൊരു കുഴപ്പം? നല്ല അന്തസ്സായിട്ടാ ഞങ്ങളെ വളർത്തിയതും നോക്കിയത്. അതെ, നിന്റെ അച്ഛന്റെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോവരുത്. അയാൾ ഒരു ഒറ്റൊരുത്തൻ കാരണ ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നു. നല്ല നല്ല കല്യാണാലോചന വന്ന് മുഴുവൻ മുടക്കി, സ്വത്ത് കുടുംബത്തിൽ നിന്ന് വേറെ പോകുന്നു പറഞ്ഞിട്ട്. അമ്മാവരിക്ക് അതെ, അന്ന് അച്ഛൻ ചെയ്തതല്ലോ അതൊരു വലിയ കാര്യമാണ്. കല്യാണം കഴിച്ച ആരോട് വേണമെങ്കിലും അമ്മാവൻ ചോദിച്ചോ, എല്ലാ ഭർത്താക്കന്മാരും നല്ല ബുദ്ധിമുട്ടില്ല. ഓ, അത് അളിയാൻ പറഞ്ഞൊരു സത്യമാണല്ലേ, 100% സത്യം. ഓ സത്യം. എന്തിനാടാ നിങ്ങളൊക്കെ പറയണത്? അന്ന് ഞാൻ അതിനൊക്കെ എതിർത്തിട്ടൊരു കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങളെപ്പോലെ 2 മക്കളുണ്ടായേനെ. എന്ത് ചോദിച്ചാലും സ്നേഹത്തോടെ എന്റെ കാൽ ചോട്ടിലെ കൊണ്ടുവന്ന് തന്നേനെ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലല്ലോ. അമ്മാവൻ ഞങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. അമ്മാവൻ ചോദിക്കാതെ എങ്ങനെയാ? ഞങ്ങളില്ലേ അമ്മാവാ? എടാ, ഏച്ചൂട്ടിയെ മുളച്ചിരിക്കും. എന്തിനാ നിങ്ങളോടൊക്കെ ഇറക്കണേ? എന്റെ ഉണ്ടല്ലോ നല്ലപ്പം കാലത്ത് ഞാൻ ഉണ്ടാക്കിയതുണ്ടല്ലോ, അത് വിൽക്കും. എനിക്ക് എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. ഞാനേ അഡ്വാൻസ് മേടിച്ചു, കൊടുക്കാൻ തീരുമാനിച്ചു. വാക്ക് പറഞ്ഞ വാക്കാ, ഇനി ഞാനത് മാറ്റില്ല. മാവേലിത്തറ പത്മനാഭന്റെ മകനാ ഞാൻ. അമ്മാവൻ അത് പറയരുത്. എന്തേ? ഈ മാവേലിത്തറ പത്മനാഭന്റെ മകനായിട്ടുള്ള അമ്മാവൻ എന്നോട് പറഞ്ഞ വാക്കെന്താണ്? കനക, ആ 12 സെന്റ് സ്ഥലവും ആ 2 മുറി കടയും നിനക്കുള്ളതാണ് അമ്മാവൻ പറഞ്ഞതല്ലേ? എന്നിട്ട് ഇപ്പൊ അമ്മാവൻ ഈ വാക്ക് മാറ്റുന്നതോ? അത് ചെറുപ്പത്തിന്റെ ആവേശത്തില് വിവരമില്ലാത്ത സമയത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പ്രായമായി, ജീവിക്കാൻ വഴിയില്ല, മാറ്റി ചിന്തിച്ചു. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ അമ്മാവൻ അത് വിൽക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചേക്കാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാനത് വിൽക്കാൻ തീരുമാനിച്ചു, വിൽക്കും. അപ്പൊ അമ്മാവന് മക്കളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ മരുമക്കളല്ല വലുത്, സ്വത്താണ്. ഒത്തുമല്ല, എന്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് വലുത്. അപ്പൊ അമ്മാവൻ അമ്മാവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അങ്ങ് ജീവിക്കും. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഞങ്ങളാരും ഉണ്ടാവൂല, നോക്കിക്കോ. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാടി. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അഴകേശൻ ജീവിക്കുന്നത്. വേണ്ടി വന്നാലേ എന്റെ വീടും എളുപ്പുണ്ടല്ലോ, ഞാൻ വല്ല അനാഥാലയത്തിന് എഴുതി വെക്കും. എന്നിട്ട് വല്ല അഗതി മന്ദിരത്തിലും പോയിട്ട് താമസിക്കും. മരിച്ചു കഴിഞ്ഞാലേ തറവാടായാലും എന്ത്, തെരുവായാലും എന്ത്, ഒരു പിടി ചാരലടി ചാരം. അമ്മാവനെ തെരുവിൽ കിടന്ന് മരിക്കാൻ തന്നെയാണ് വിധി. ആ, ഇതിലും നല്ലത് അത് തന്നെ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല അമ്മാവന്റെ ഈ കച്ചവടം പൊളിക്കണം. പൊളിക്കണം. ഇതിപ്പോ എന്റെ കൂടെ ഒരു ആവശ്യമായിട്ട് വന്നൊക്കെ ഇല്ലയോ? അതെന്താ നിന്റെ ആവശ്യം? അല്ല, ആളിയന്റെ നമ്മുടെ ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഫാസിലെ, ഈ ജാനമ ഡേവിസിന്റെ വീട് എവിടെയെന്ന് അറിയാമോ? വീട് കോട്ടയത്ത് എവിടെയാണ്, എവിടെയെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് അവരോട് ചോദിച്ചാ പോലെ എളിയാ. കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിലിട്ട് അളക്കണത്. അല്ല, നിന്റെ ഏട്ടനാണല്ലോ ഇതിന്റെ ഇടനിലക്കാരൻ, അവനോട് ചോദിച്ചാൽ കിട്ടില്ലേ? അത് ഞാൻ പെട്ടെന്ന് ചോദിച്ചാലേ ഈ കച്ചവടം എങ്ങാനും മുടങ്ങിയത് നമ്മുടെ പെടലിക്ക് വരും. അത് നീ പെട്ടെന്ന് ചോദിക്കണ്ട. നീ ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് നൈസിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്നിട്ട് ചുളിവില് ഈ ജാനമ ഡേവിസിന്റെ നമ്പർ ചൂണ്ട്. അത് ഞാൻ ശ്രമിക്കാം. പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ. എന്താണ്? എന്നിട്ട് ഇവരോട് നമ്മൾ എന്താ പറയാൻ പോണത്? അതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നമ്മൾ നേരെ ജാനമ ഡേവിഡിൻ്റെ അടുത്ത് പോയി കാണുന്നു. കണ്ടിട്ട് നമ്മൾ പറയും, സാറേ, ചേച്ചി, നിങ്ങളിപ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അഡ്വാൻസ് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, അത് 2 മാസം മുമ്പ് വേറൊരാൾ അഡ്വാൻസ് കൊടുത്തു, അടുത്ത ആഴ്ച അയാൾ വണ്ടി ഇടിച്ച് മരിച്ചു. പിന്നെ ആ സ്ഥലത്താണെങ്കിൽ ഒരു 5-6 പേര് ആത്മഹത്യ ചെയ്തവരെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആ കടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എടാ, അവര് നിന്റെ പോലെ പോഴനൊന്നുമല്ല, അഡ്വക്കറ്റാണ്. ഇതൊക്കെ പഴയ പന്നാക്ക് നമ്പറാണ്. പുതിയത് എന്തെങ്കിലും ഉണ്ടേ പറ. ഇതൊന്നും ഇപ്പൊ ചെലവാവില്ല. ഇഷ്ടം നിങ്ങൾ പുതിയത് അങ്ങോട്ട് ഉണ്ടാക്കി, നിങ്ങൾ പറയും. എനിക്ക് തോന്നണതേ, നമുക്ക് ഈ കടമുറിയിൽ വാടകയ്ക്ക് ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങോട്ട് പറഞ്ഞു വിട്ടാലാ. എന്നിട്ട് ഞാനിവിടെ 10-30 വർഷമായിട്ട് വാടകയ്ക്ക് ഇരിക്കുകയാണ്. എൻ്റെ ഉപജീവന മാർഗം ഇതാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണമെങ്കിൽ ഒരു 35 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നെ എന്ന് പറയാം. നന്നായിരിക്കും. അപ്പൊ ജാനമ ഡേവിഡ് പറയും, നീ മര്യാദയ്ക്ക് വാടക കൂട്ടി താടേന്ന് പറയും. എടാ ക്ലീറ്റസേ, ഇവര് കേസിന് പോയാൽ കേസ് 10-35 കൊല്ലം കിടക്കും. വാടകക്കാർ കേസിന് പോയാലേ. മാത്രമല്ല, അത് നല്ല ഐഡിയ കേട്ടോ, അത് നല്ല ഐഡിയ ആണ്. പക്ഷെ വേറൊരു കുഴപ്പം എന്താ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ, അമ്മാവന് അവരൊരു വലിയ എമൗണ്ട് അഡ്വാൻസ് കൊടുത്തതല്ലേ? എത്ര കൊടുത്ത്? ഒരു 5 രൂപ കൊടുത്തിട്ടുണ്ട്. 5 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസ അമ്മാവൻ തിരിച്ചു കൊടുത്തില്ല എന്ന് വന്നാൽ അവർ ഈ അമ്മാവനെതിരെ കേസ് കൊടുത്താലോ? നമ്മുടെ ഈ വാടകക്കാരന് ഒഴിയൂല എന്ന് പറയുമ്പോൾ തന്നെ അവരൊഴിയാൻ ശ്രമിക്കും. മനസ്സിലായ? പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് അമ്മാവനെ കൊണ്ട് ഒഴിയിപ്പിക്കാൻ ഒരു കാര്യം ആലോചിച്ചെടുക്കണം. അതിനിപ്പോൾ എന്തോ ചെയ്യും?
അതിനൊരു മാർഗമുണ്ട്. നമുക്ക് സെന്റിന് 3.5 ലക്ഷം രൂപ വെച്ചിട്ട് എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ അമ്മാവിന്റെ അടുത്തേക്ക് അങ്ങ് വിടാം. അത് കൊള്ളാം. അപ്പൊ ഒരു 10-12 ലക്ഷം രൂപ കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോ അമ്മാവൻ അത് ഒഴിവാക്കിക്കോളൂ അല്ലേ? അതെ, നിങ്ങൾ രണ്ടാളും കൂടെ അമ്മാവന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. എടാ ക്ലീറ്റസ്, ഇത് കച്ചവടം നടത്താനല്ല, കച്ചവടം കലക്കാനാണ് നമ്മൾ ശ്രമിക്കണം. വെറുതെ പറയുള്ളൂ. വെറുതെ പറയുള്ളൂ. ആ എന്നാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി ഇപ്പൊ വേറെ ആളെ കൊണ്ട് മറിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. നിനക്ക് നീ എന്തിനെ പറ്റിയിട്ട് സംസാരിച്ചോണ്ട് നിനക്ക് മനസ്സിലാവണില്ലേ? അമ്മാവന്റെ വസ്തുവിന്റെ അതേ, കച്ചവടം പൊളിക്കാൻ നോക്കുക. പൊളിക്കാം. 10-12 ലക്ഷം രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മാവന് ആ കച്ചവടം ഒഴിയും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? പൈസക്ക് ആക്രാന്തം പിടിച്ചൊരു ഒരു മനുഷ്യൻ. 5000 രൂപ ടോക്കണും കൊടുപ്പിക്കണം. ഈ 3 രൂപ വില പറഞ്ഞിട്ട് 5000 രൂപ ടോക്കണും കൊടുപ്പിക്കണം. അതാര് കൊടുക്കും? അതിനൊരാളെ വിടണം. അല്ല, ഈ ടോക്കൺ പൈസ നമുക്ക് കൊടുക്കാന്ന്. ആളെയും കൊടുക്കും. പക്ഷെ നമുക്ക് അതിന് ഒരാളെ വിടണം. ഞാനേ നീ വേണ്ട, നീ പോയിട്ട് കാര്യമില്ല, പൊളിയും. ഞാൻ പോകുന്നല്ലിയാ പറയാന്നെ. ഞാൻ ഒരാളുടെ പേര് പറയാന്നാ പറഞ്ഞ. ആരാണ്? നമുക്കിതിന് പറ്റിയ ഒരാളുണ്ട്. ആരത്? നമ്മുടെ അൻസാറിനെ വിട്ടാലോ? അൻസാർ തിരക്കേടില്ല. അൻസാർ കൊള്ളാം. അൻസാറാകുമ്പോ അമ്മാവൻ വിശ്വസിക്കുകയും ചെയ്യും. അവന് കച്ചവടം ഉള്ളതാണല്ലോ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അൻസാറിനെ വിട്ടിട്ട് ഈ കച്ചവടം പൊളിക്കാൻ നോക്കണം. ഞാൻ അൻസാറിനെ വിളിക്കാം. വിളി. അൻസാറേ. നല്ലേ. ഇല്ലടാ ഗോപാല, ആ കച്ചവടം നടന്നില്ലടാ. അവർക്ക് എന്താ അറിയില്ല, ആ സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. അഡ്വാൻസ് അവർ തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തു. അതൊന്നുമല്ല, അപ്പോഴേക്കും 3.5 ലക്ഷം സെന്റിന് തരാന്ന് പറഞ്ഞു വേറൊരു കൂട്ടറിന്റെ ഭാഗ്യത്തിന് വന്നു. അവര് 2.5 ചോദിച്ചേ. അപ്പൊ പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ പിടുത്തം വിട്ടു. ഇല്ല, അവര് ഉറപ്പിന് വേണ്ടി ഒരു 5000 റുപ്യ തന്നിട്ടുള്ളൂ. അവര് വരെയിരിക്കാം. ശരി. അത് നടന്ന ചെലവ് ചെയ്യാം. എപ്പോഴും വരുമാനമില്ല എന്ന് പറയാം അമ്മാവൻ. എത്ര തെങ്ങാ നിൽക്കുന്നവരാണ്. അതേ നിക്കണം അമ്മാവൻ. എന്താ നോക്കിയേ? എന്തത്? നല്ല 1-ാം നമ്പർ കരിമീൻ, നെയ്മീൻ, പിന്നെ കൊഞ്ച്. പിന്നെതാ അമ്മാവന് 2 ജോഡി ഡ്രസ്. പിന്നെ 1-ാം നമ്പർ മലേഷ്യൻ ലെതറിന്റെ ഷൂ. പിന്നെ കച്ചവടം പൊട്ടിപ്പോയതുകൊണ്ടേ അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി നല്ല മുന്ത ഇങ്ങനെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. സോഡയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അല്ല, ഈ കച്ചവടം മുടങ്ങിയ വിഷമാണ് എനിക്ക് എങ്ങനെ അറിഞ്ഞു? കച്ചവടം മുടങ്ങിയത് ഇപ്പൊ 1 മണിക്കൂർ മുമ്പേ ആണല്ലോ. അതെ, അത് ഫാസില് എല്ലാം മനസ്സിലായി. അല്ല, ഞങ്ങളായിട്ട് ഒന്നും പറഞ്ഞു. എടാ, അത് ഏത് പൊട്ടനെ അറിയില്ലേ? ഇവന്റെ ഏട്ടനല്ലേ ബ്രോക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതന്നെ അമ്മാവന്റെ ഒരു കാര്യം. ഇതങ്ങോട്ട് വെച്ചിട്ടേ അവിടെ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. പറഞ്ഞേ. പൊട്ടന്മാര്. Alien versus Alien.